ഇപ്പോൾ ഏറ്റവും പ്രധാനമായും രമ നീതി പ്രതീക്ഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പദവി എന്ന് പറയുന്ന സ്പീക്കർ പദവിയാണല്ലോ. ആ വ്യക്തി തന്നെ രമയെ നിശബ്ദമാക്കുന്നതാണ് കഴിഞ്ഞ മാസം 25-ാം തീയതി നാം കണ്ടത് അല്ലേ? അന്ന് ഈ നോട്ടീസ് തന്നെ അംഗീകരിക്കുകയുണ്ടായിട്ടില്ല. അങ്ങനെ ഒളിച്ചു വയ്ക്കുക, മൂടി വയ്ക്കുക എന്ന് പറയുന്ന ഒരു നീക്കം നടക്കേണ്ട സ്ഥലമാണോ നിയമസഭ? അതേ നിയമസഭയിൽ ഇന്നലെ രമ സംസാരിക്കുകയുണ്ടായി ഈ ധനവിനിയോഗ ബില്ലിന്മേലുള്ള ചർച്ചയിൽ. എന്താണോ പിണറായി വിജയൻ അലോസരപ്പെടുത്തുമായിരുന്നത്, എന്താണോ സ്പീക്കർക്ക് പിണറായി വിജയന് വേണ്ടി കരാറെടുത്ത പോലെ പ്രവർത്തിക്കേണ്ടി വന്നത്, ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. ഇന്നലെ രമ സംസാരിച്ചത് ഈ ധനവിനിയോഗ ബില്ലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അതിൽ എന്താണോ 25-ാം തീയതി രമ പറയാൻ ഉദ്ദേശിച്ചത്, അതിന്റെ ഏകദേശ കാര്യങ്ങൾ അവർക്ക് പറയാൻ കഴിഞ്ഞു. ആ വാക്കുകൾ കേരളം കേൾക്കട്ടെ. നമുക്ക് രമയുടെ വാക്കുകളിലേക്ക് പോകാം. വടക്കൻ മേഖലകളിലൊക്കെ പല ജയിലുകളും ഭരിക്കുന്നത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളാണ് സാർ. ഉദ്യോഗസ്ഥരെ മാത്രമല്ല സർക്കാരിനെ പോലും മുൾമുനയിൽ നിർത്താൻ ശേഷിയുള്ളവരാണ് സാർ ഈ ക്രിമിനലുകൾ. അതുകൊണ്ട് തന്നെ സാർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി ഉണ്ടായിട്ടും അതിനെ പോലും മറികടന്നുകൊണ്ട് ടി പി കേസിലെ പ്രതികളെ വിട്ടയക്കാൻ വേണ്ടിയുള്ള ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് സർക്കാർ തീരുമാനിച്ചത്. നിങ്ങളുടെ നിർദ്ദേശമില്ലാതെ എങ്ങനെയാണ് സാർ ഈ ഉദ്യോഗസ്ഥന്മാർക്ക് ഈ പ്രതികളെ ലിസ്റ്റിൽ ചേർക്കാൻ വേണ്ടി സാധിക്കുക? നിങ്ങളുടെ രാഷ്ട്രീയ തീരുമാനമാണ് ഈ പ്രതികളെ എന്നുള്ളത്. അതുകൊണ്ടാണ് വിട്ടയക്കപ്പെടുന്നവരുടെ ലിസ്റ്റിൽ ഇത് ഉൾപ്പെടുത്താൻ വേണ്ടി ഇടയായിരിക്കുന്നത്. ഈ സംഭവങ്ങൾ മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നപ്പോൾ ഉദ്യോഗസ്ഥന്മാരെ ബലിയാടാക്കുകയാണ് സർക്കാർ ചെയ്തത്. സാർ, എന്റെ മൊഴിയെടുത്തൊരു പോലീസുകാരനെ വയനാട് ജില്ലയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ആ ഉദ്യോഗസ്ഥൻ എന്താണ് ചെയ്തത് സാർ? ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി ചെയ്തു. ഉദ്യോഗസ്ഥനോട് മൊഴിയെടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ അത് നിറവേറ്റുകയാണ് ചെയ്തത്. പക്ഷേ അതിനെ സർക്കാർ മറ്റൊരു സ്ഥലത്തേക്ക് സ്ഥലം മാറ്റിക്കൊണ്ട് പ്രതികാര നടപടി എടുക്കുകയാണ് സർക്കാർ ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ നിർദ്ദേശങ്ങളാണ്, നിങ്ങളാണ് ഈ കാര്യങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് സാർ. സർക്കാരിന്റെ മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ചില നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സാർ. കേരളം കണ്ട ഏറ്റവും വലിയ ക്രൂരമായ കൊലപാതകമായിരുന്നു സാർ ടി പി ചന്ദ്രശേഖരൻ്റേത്. സാർ, അദ്ദേഹത്തിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള കേസ് ഹൈക്കോടതിയിൽ ഫെബ്രുവരി 27-ാം തീയതി ശിക്ഷ വർദ്ധിപ്പിച്ചുകൊണ്ട് വിധി പ്രഖ്യാപിച്ചിട്ട് ഇപ്പോൾ 5 മാസം കഴിഞ്ഞിരിക്കുകയാണ് സാർ. 5 മാസം കഴിഞ്ഞിട്ടും സർക്കാർ അതിനകത്ത് അപ്പീൽ പോയിട്ടില്ല. സംസ്ഥാന സർക്കാരാണ് അപ്പീൽ പോകേണ്ടത്. അപ്പീൽ പോകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രോസിക്യൂട്ടറുടെ കത്തും അതുപോലെ തന്നെ ഞങ്ങളുടെ കത്തുമൊക്കെ സർക്കാരിന്റെ കൈവശമുണ്ട്. എന്നിട്ട് മുഖ്യമന്ത്രിയുടെ മേശപ്പത്തിരിക്കുകയാണ്. അതിനൊരു തീരുമാനമെടുത്തിട്ടില്ല. ഈ പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് സാർ ആ കേസിൽ അപ്പീൽ പോകാൻ സർക്കാർ തീരുമാനിക്കാത്തത്. അതിന് തീരുമാനമുണ്ടാകാൻ വേണ്ടിയിട്ടുള്ള നടപടി സർക്കാരിന്റെ ഭാഗത്തുണ്ടാകും. അതിനപ്പുറം ഈ കേസിലെ പ്രതികൾക്ക് അവർ സുപ്രീം കോടതിയിൽ അപ്പീൽ പോയിരിക്കുകയാണ്. കഴിഞ്ഞ 12 കൊല്ലമായി ജയിലിൽ കഴിയുന്ന ഈ പ്രതികൾ ഇപ്പോൾ ഹൈക്കോടതിയിലും വലിയ അഭിഭാഷകരെ വെച്ച് നടത്തി, സുപ്രീം കോടതിയിലും ഇപ്പോൾ അതിനേക്കാളും വലിയ അഭിഭാഷകരെ വെച്ച് കേസ് നടത്താൻ വേണ്ടി പോവുകയാണ്. എവിടുന്നാണ് സാർ ഈ കൊലയാളികൾക്കൊക്കെ പണം ഉണ്ടാകുന്നത്? ഈ കൊലയാളികൾക്കൊക്കെ പണം കൊടുക്കുന്നത് ഈ പാർട്ടിയാണ്. ഈ പാർട്ടിയുടെ സംരക്ഷണത്തിൽ ഈ കൊലയാളികൾ വളരുകയാണ്. അതിനുള്ള സഹായങ്ങളെല്ലാം സർക്കാരും ചെയ്തു കൊടുക്കുകയാണ്. അപ്പോൾ സർക്കാർ ഈ പിണറായി സർക്കാർ അടുത്ത 2 വർഷം കഴിഞ്ഞ അധികാരത്തിൽ വരില്ല, ഇടതുപക്ഷം എന്നിവർക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ ഈ സർക്കാർ പുറത്തു വരുന്നതിന് മുന്നേ ഈ പ്രതികളെ ജയിലിൽ നിന്ന് പുറത്തു നടത്തണം എന്നുള്ളതാണ് സർക്കാരിന്റെ അജണ്ട. അതിന്റെ ഭാഗമായിട്ടുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് അപ്പീലിന് പോലും പോകാൻ വേണ്ടി കഴിയാതെ ഈ കേസിന്റെ അടയിരിക്കുന്നത് എന്നുള്ളതാണ്. അതിന് തീരുമാനമെടുക്കാനുള്ള നടപടി ഉണ്ടാകണം. റജി ലൂക്കോസ്, ഈ പെർഫോമൻസ് കണ്ടല്ലോ അല്ലേ? താങ്കൾ ഈ വീണ ജോർജിന്റെ മാത്രം പെർഫോമൻസിന്റെ മികവായിരിക്കില്ലല്ലോ മനസ്സിലാക്കിയിട്ടുണ്ടാവുക. ഇത് ഈ പറയുന്ന സ്പീക്കർ ഷംസീറോ അല്ലെങ്കിൽ പിണറായി വിജയനോ കൽപ്പിച്ചു കൊടുക്കേണ്ട ആനുകൂല്യത്തിന്റെ ഭാഗമായി വരേണ്ടതല്ല. ഇത് ആ നിയമസഭ ജനാധിപത്യപരമായി അംഗത്തിന് അനുവദിച്ചിരിക്കുന്ന അവകാശമാണ്. അതാണ് വിനിയോഗിക്കപ്പെടുന്നത്. ഏത് സാങ്കേതികത്വം പറഞ്ഞ് ഷംസീർ തള്ളിക്കളഞ്ഞാലും, ഏത് അടിയന്തര ആവശ്യമെന്ന് പറഞ്ഞ് ഈ നിയമസഭാ മന്ദിരത്തിലെ മുറിയിൽ പോയി ഒളിച്ചിരുന്നാലും ചോദിക്കേണ്ട ചോദ്യങ്ങൾ അവിടെ ഉയരുക തന്നെ ചെയ്യും. രമ അത് ചോദിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. രമയുടെ ഉത്തരവാദിത്തം നിർവഹിക്കുന്നുണ്ട്. ചോദ്യങ്ങളെ അഭിമുഖീകരിക്കുക എന്ന ഉത്തരവാദിത്തം നിർവഹിക്കാൻ എന്തേ ഈ ഷംസീറിന് മടി, പിണറായി വിജയന് മടി? പിണറായി വിജയൻ ആ സമയത്ത് മൂടും തട്ടി എഴുന്നേറ്റ് പോകും. ഷംസീർ ആ സമയത്ത് ചെയറൊഴിഞ്ഞ് ചിറ്റയത്തിന് കൈമാറും. എന്തുകൊണ്ടിത്? ഇതെല്ലാം നിങ്ങളുടെ സംശയക്കെട്ടിലൂടെ വീക്ഷിക്കുന്നതിനുള്ള പ്രശ്നമാണ്. ഞാനൊരു കാര്യം പറയാം, അത് കേൾക്കാനുള്ള സന്ദർഭം ഉണ്ടാകണം. ഈ വിഷയം, അതായത് ജയിൽ മോചിതരാകാനായിട്ട് പിന്നെ ഈ ടി പി ചന്ദ്രശേഖരൻ കേസിലെ 3 പ്രതികൾക്ക് ജയിലിൽ നിന്ന് വിടുതൽ നൽകാൻ വേണ്ടിയിട്ടുള്ള അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പോലീസുകാർ തന്നെ ദിവസങ്ങൾക്ക് മുമ്പേ സമീപിച്ചെന്നും ഞാൻ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് വീട്ടിൽ വന്ന് വിശദമായിട്ട് സംസാരിക്കാമെന്നും അവര് ഈ വാർത്ത പുറത്തു വന്നതിന്റെ അന്ന് വൈകിട്ട് നടന്ന ഒരു ചർച്ചയിൽ പറഞ്ഞു. ഞാൻ ആ ചർച്ചയിലുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് ഈ വിഷയത്തിലോട്ടുള്ള താല്പര്യം എത്ര വലുതാണെന്നുള്ളവരെ മനസ്സിലായി. മാധ്യമങ്ങൾ എടുക്കുന്ന താല്പര്യം പോലും തന്റെ ഭർത്താവിന്റെ ഭരണത്തിലെ പ്രതികളെ വെറുതെ വിടുവാൻ, അല്ലെങ്കിൽ ജയിൽ ശിക്ഷ കുറച്ച് അവരെ മോചിപ്പിക്കാനെടുത്ത സമീപനം ഉണ്ടെന്ന് പറഞ്ഞുള്ള ആരോപണത്തിന് മുമ്പേ അവർ അറിഞ്ഞിട്ട് പോലും അവർ പുറത്തു വിട്ടിട്ടില്ല. മാധ്യമങ്ങൾ വന്നപ്പോൾ, അതായത് ഞാനിരുന്ന ഒരു ചർച്ചയിലാണ് പറഞ്ഞത്, അത് വലിയ വാർത്തയായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ പറയണ്ട. പിന്നെ കെ രമ MLA അവരുടെ കഴിവിനെ കുറിച്ച്, അവരുടെ നിയമസഭയുടെ പ്രശ്നത്തെ കുറിച്ച് ആരും കുറച്ച് കാണുന്നില്ല.
അങ്കമാലി MLA റോഷി എം. വിൻസെന്റ് 2012 മുതൽ തുടങ്ങിയ ഒരു നിയമയുദ്ധമുണ്ട് ആ സ്ത്രീയുടെ. അത് ഈ പോലീസുകാർ വന്നങ്ങോട്ട് പറയുമ്പോൾ അതിൽ എന്തോ താല്പര്യമില്ലായ്മ കൊണ്ട് അതിനോടങ്ങ് സഹകരിച്ചു എന്ന ദുരർത്ഥം വരുന്ന രൂപത്തിൽ പ്രതികരിക്കരുത്. നിങ്ങൾ നിയമസഭയ്ക്കകത്ത് അവരുടെ രാഷ്ട്രീയ സ്വത്വത്തെ ഇല്ല എന്ന രൂപത്തിൽ കണ്ടില്ല എന്ന് നടിക്കുന്നു. നിങ്ങൾ ഈ പൊതുസമൂഹത്തിൽ അവർ നേടിയെടുത്തിരിക്കുന്ന ഒരു പോരാളി എന്ന നിലയ്ക്കുള്ള അവരുടെ ചരിത്രമുണ്ട്. അതിനെയും കൂടെ നിഷേധിക്കരുത് ഏകപക്ഷീയമായി. ഒരിക്കലും നിഷേധിക്കുന്നില്ല. ഞാനിപ്പോ ഈ പറഞ്ഞ കാര്യം റെക്കോർഡറാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രോസ് ചെക്ക് പരിശോധിക്കാം, അല്ലെങ്കിൽ വേണുവിന് ഞാൻ ലിങ്ക് അയച്ചു തരാം. ഞാനത് ചോദ്യം ചെയ്തു. അവിടെ ആ പോലീസുകാരോട് അവരെടുക്കുന്ന നിലപാടാണ്, അതാണ് പ്രധാനം. ആ പോലീസുകാരോട് അവരെന്തു പറഞ്ഞു എന്നതാണ് അതിലെ പ്രധാനപ്പെട്ട വിഷയം. 2012 മുതൽ തുടങ്ങിയതാണ് ആ യുദ്ധം. ഇന്നും അവർ ഓർമ്മിപ്പിച്ച എന്താണ്? റെജി ലൂക്കോസെ ഈ കോഴിക്കോട്ടെ സംഭവം പറഞ്ഞുകൊണ്ട് ഇന്ന് അവർ സംസാരിക്കുമ്പോൾ പറഞ്ഞ കാര്യമില്ലേ? TP അന്നേ പറഞ്ഞു കോഴിക്കോട് പാർട്ടി ഈ രൂപത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന്. ഇപ്പൊ ഒളിച്ചു കളിക്കുകയല്ലേ. ആരാരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി, ആരാരുടെ ഇന്നോവ കാറിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ പ്രചാരണത്തിന് ഇറങ്ങിയത്, ആരാരുടെ തോളിൽ കൈയിട്ടാണ് വിദേശയാത്ര നടത്തിയത്? ഇതിന്റെ വീഡിയോ സഹിതം പുറത്തു വരികയല്ലേ. എന്നിട്ട് നിങ്ങൾ ഈ പറയുന്ന ഒരു ASI വന്ന് ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അതിനോട് പ്രതികരിച്ചതുമായി ബന്ധപ്പെട്ട് അവരുടെ ഈ പറയുന്ന പൊതുജീവിതത്തിലുള്ള അവരുടെ സുതാര്യതയെ നിങ്ങൾ സംശയത്തിലാഴ്ത്തുകയാണ്. ആദ്യം പോയി ആ CITUവിന്റെ പ്രധാനപ്പെട്ട നേതാവിനെ, കോഴിക്കോട് CPMന്റെ പ്രധാനപ്പെട്ട നേതാവിനോട് ചോദിക്ക്, നിങ്ങൾ തോളോട് തോൾ ചേർന്ന് നിൽക്കുന്നത് തൊഴിലാളി വർഗത്തിനൊപ്പമാണോ അതോ വിദേശയാത്രയ്ക്ക് പോയ ഈ പറയുന്ന പുതിയ കിങ്കരന്മാർ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ബാന്ധവത്തിന്റെ ഭാഗമായി വന്ന കൂട്ടാണ് എന്ന് അത് ചോദിക്കുക റെജി ലൂക്കോസെ. അല്ല വേണു, ബഹുമാനപ്പെട്ട വേണു, ഞാൻ സംസാരിച്ച് പൂർത്തീകരിക്കാനായിട്ട് എനിക്ക് അല്പം സമയം തരണം. അത് വലിയ ഒരു ജനാധിപത്യ മര്യാദയാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വസ്തുതാപരമായ കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത്. എനിക്ക് നുണ പറയാൻ പറ്റും 24 ചാനലിലൂടെ ദിവസങ്ങൾക്ക് മുമ്പ് സംഭവത്തെ കുറിച്ച്. ഇനി അത് വിടൂ. 2012 TP ചന്ദ്രശേഖരൻ വധത്തിന് ശേഷം ഈ പാർട്ടിയെ ഏതെല്ലാം രീതിയിൽ TP ചന്ദ്രശേഖരന്റെ വധവുമായിട്ട് ബന്ധപ്പെട്ട ഈ മോശമായ രീതിയിൽ ഈ പാർട്ടിയെ മാർക്കറ്റ് ചെയ്യാൻ ശ്രമിച്ചു. 2012 ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ മണ്ഡലത്തിൽ നിന്ന് ആരാ ജയിച്ചത്? അത് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി, ജനതാദളിന്റെ സ്ഥാനാർത്ഥി നാണു എന്ന് പറയുന്ന പരിണതപ്രജ്ഞനായിട്ടുള്ള ആളാണ് MLA ആയത്. അങ്ങനെയാണ് എന്തുകൊണ്ട് അന്ന് ജയിച്ചില്ല? ഒരു തെരഞ്ഞെടുപ്പ് മാത്രമല്ലല്ലോ നടക്കുന്നത്. 2009 മുതലുള്ള വടകര മണ്ഡലത്തിന്റെ രാഷ്ട്രീയത്തിനും കൂടെ പറയുന്നേ. ആ വടകര മണ്ഡലത്തിന്റെ ചരിത്രം ഞാനിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2009 മുതലുള്ള കണക്ക് പറയേ. നാണുവിൽ തുടങ്ങി നാണുവിൽ അവസാനിക്കുന്നതല്ലോ അവിടുത്തെ കണക്ക്. 2016 കാര്യം ഞാൻ പറഞ്ഞു. 2009 മുതലുള്ള കണക്കാണ് ഞാൻ അങ്ങേ ഓർമ്മിപ്പിക്കുന്നത്. 2009 TP ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ആ കണക്കിൽ ഒരു തെറ്റും ജനങ്ങൾ വരുത്തിയിട്ടില്ല. നിങ്ങളുടെ കണക്കൂട്ടലാണ് തെറ്റിയത്. നിങ്ങളുടെ കണക്കൂട്ടൽ തെറ്റിയതിന്റെ ഭാഗമായിട്ടാണെന്നേ നിങ്ങൾക്ക് ഈ രമ അവിടേക്ക് വരുമെന്നും രമയെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്നും ഒന്നും കാണാൻ കഴിയാതെ പോയത്. ഈ ഇടതുപക്ഷത്തിന്റെ MLA മാർ വീരസ്യം പറയലുണ്ടല്ലോ, ഓട് പൊളിച്ചല്ല അകത്തേക്ക് വന്നതെന്ന്. രമയും ഓട് പൊളിച്ചല്ല വന്നിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞു പോകാതെ വേണം. 2009 ബഹുമാനപ്പെട്ട TP ചന്ദ്രശേഖരൻ മരണപ്പെട്ടിട്ടില്ല. ഇല്ല എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ TP ജീവനോടുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും 2009 മുതലുള്ള കണക്കുകൂട്ടലുകൾ ജനങ്ങൾക്ക് പിഴയ്ക്കുന്നില്ല. പിഴച്ച നിങ്ങൾക്കാണെന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല, ഞങ്ങൾക്ക് ഇങ്ങനെ വിളിക്കുന്നത് അതേ മണ്ഡലത്തിലുള്ള 2016 ഞങ്ങൾ അവിടെ വിജയിച്ചു വന്നത് വലിയൊരു പുരുഷനോടി. 2021 ഞങ്ങൾ പരാജയപ്പെട്ടു. അത് എന്താണെന്നുള്ളത് ഞാനിപ്പോ ചർച്ച ചെയ്യപ്പെടുന്നില്ല. അത് വേണ്ടത് വ്യക്തമായിട്ട് അറിയാം. അതിനെ വിമർശിക്കൊന്നും വേണ്ട. 2016 നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ഈ നിയമസഭയിൽ ചേർന്നിരിക്കുന്ന ഷംസീറിനെ തോൽപ്പിച്ചിട്ടുണ്ട് വടകര, P ജയരാജനെ തോൽപ്പിച്ചിട്ടുണ്ട് വടകര. ഈ TP കേസിലെ പ്രതികളുമായി ഇവർക്കൊക്കെയുള്ള എന്തൊക്കെ തരത്തിലുള്ള സൗഹാർദ്ദമാണ് എന്നതും പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് റെജി ലൂക്കോസെ ആ പരാജയങ്ങളാണ് നിങ്ങൾ പരിശോധിക്കേണ്ടതല്ലാതെ നാണുവിന്റെ വിജയമല്ല. ഞാൻ അങ്ങേലേക്ക് വരാം. ശ്രീ NV ബാലകൃഷ്ണൻ. ശരി 2016 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇതേ അവസ്ഥ ഞങ്ങൾ 19 സീറ്റ് പരാജയപ്പെട്ടു. 2021 ആ കഥയൊന്നുമല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് CK നാണുവിന്റെയും വീണ ജോർജിന്റെയും പെർഫോമൻസ് മാത്രമേ നിങ്ങളുടെ കണ്ണിൽ